കലയുടെ മാമാങ്കം അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കൊല്ലത്തെ 21 വേദികളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിസുന്ദരമായ കാഴ്ച തന്നെ നമുക്ക് ഓരോ വേദികളിലും കാണാൻ സാധിക്കുന്നു. വിവിധ വേദികളിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ തന്നെ നിലവിലെ സാഹചര്യത്തിൽ പല കുട്ടികളും എ ഗ്രേഡുകളൊക്കെ നേടിക്കൊണ്ട് വലിയ ആത്മവിശ്വാസത്തിൽ സന്തോഷത്തിൽ നമ്മുടെ സ്റ്റേജുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ബുള്ളറ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്നോടൊപ്പം ഇപ്പോൾ മിഥുനും ചേരുകയാണ്. മിഥുനെ, ഈ കലോത്സവം തുടങ്ങിയ സമയം മുതൽ വലിയ ആവേശം തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല കടുത്ത ചൂടാണ് ഇപ്പം അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്നത്. ഈ ഒരു ചൂടിനെ പോലും വകവയ്ക്കാതെ കൊല്ലംകാർ അങ്ങനെ ഇടിച്ച് കയറുകയാണ് അല്ലേ? എനിക്ക് പറയാനുള്ളത് ഈ ചൂടൊന്നുമല്ല. കാരണം ഇപ്പോൾ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന ഈ ചൂടിനേക്കാൾ വലിയ ചൂടാണ് മത്സരാർത്ഥികൾ ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെയധികം ആവേശ ചൂടിൽ തന്നെയാണ്. ഇപ്പോൾ 11 മണിക്കാണ് നമ്മുടെ കലോത്സവം ആരംഭിച്ചത്. അതായത് കലാപ്രകടനങ്ങൾ ആരംഭിച്ചത്, മത്സരം ആരംഭിച്ചത് 3 മണിക്കൂർ. ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ മത്സരങ്ങളുടെ റിസൾട്ട് വന്നു തുടങ്ങി. അതായത് ഒരു വർഷക്കാലം വളരെയധികം പരിശ്രമിച്ച് ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ പങ്കെടുക്കണമെന്ന് മത്സരിച്ച് അതിനുവേണ്ടി പലവിധ മത്സര ഘട്ടങ്ങൾ കഴിഞ്ഞ് പരിശീലന ഘട്ടങ്ങൾ കഴിഞ്ഞ് എത്തിയവർക്ക് മത്സര ഫലം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അത്തരത്തിൽ എ ഗ്രേഡ് കിട്ടിയ രണ്ട് കൊച്ചു മിടുക്കന്മാരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം നമുക്ക് ഒരു മിടുക്കനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. കാരണം അറബി ഗാനത്തിന് എ ഗ്രേഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ്. ഞാൻ സ്കൂളിൽ നിന്നാണ്. ഓക്കെ, എന്താ മിഥുൻ എന്തോ പറയുന്നത്? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അറബി ഗാനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അറബി ഗാന മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. തള്ളല്ല, പാടി കേൾപ്പിക്കണോ? ഒരു പാട്ട് ആയിക്കോട്ടെ. മിഥുന്റെ പ്രേക്ഷകർക്ക് നമ്മുടെ റിപ്പോർട്ടർ മിഥുന്റെ ഒരു അറബി, അതായത് പുന്നയൂർക്കുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂളിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അറബി ഗാനം നന്നായി അറിയാന്നുള്ള ആള് അടുത്ത് നിപ്പുണ്ടേ. അതെ, തെറ്റുണ്ടായി പറയണം കേട്ടോ. ആമീന പേറ്റ മക്കളെ ആലങ്ങൾക്കൊക്കെ നാഥനെ അറിവിൻ്റെ ജ്വാല വീശുവാൻ അല്ലാഹു തന്ന പുണ്യമേ, അല്ലാഹു തന്ന പുണ്യമേ. ആമീന പേറ്റ മക്കളെ ആലങ്ങൾക്കൊക്കെ നാഥനെ. തള്ളിയതല്ല. ഓക്കെ. പക്ഷേ മിഥുന്റെ പാട്ടിനെക്കാട്ടിയും നന്നായി മികച്ച ഗാനം പാടുന്ന ഒരാള് നമ്മോടൊപ്പം ഉണ്ട്. മോന്റെ ഒരു പെർഫോമൻസ് സ്റ്റേജിലുണ്ടായ ആ പെർഫോമൻസിന്റെ തുടക്കം 2 വരികളൊന്ന് പാടാവോ? غافر ربي ناصر ربي رب الجبابرة أنت سمي. غافر ربي ناصر ربي رب الجبابرة أنت سمي. دائما دوما شاكرا أبدا، دائما دوما شاكرا أبدا في الظلمة والعتمة أنت العليم. يا أسفا يعلمنا ذاك مدى يعمرنا ورسلا يبلعنا بانتظارك. يا أسفا يعلمنا ذاك مدى يعمرنا ورسلا يبلعنا بانتظارك. أهلا يا رمضان يا رمضان، يا مرحا يغمرنا يا فرحا يهنئنا، يا مرحا يغمرنا يا فرحا يهنئنا بأريج شخر غالي مبارك. يا زمان للغفران بلع لنا يا منا، حبب لنا في خلاله الإكرام والإحسان وتلاوة القرآن، واغفر لنا من بركة، سخر لنا للخير واجعلنا دائما من الميسرين. يا رمضان يا رمضان يا رمضان يا رمضان يا رمضان. ഈ ഗാനത്തിനോട് ഏറ്റുമുട്ടാൻ മിഥുൻ അങ്ങനെ ആയിട്ടില്ല. കാരണം എനിക്ക് ഈ അർത്ഥങ്ങൾ മനസ്സിലായിട്ടില്ല വരിയില്ല. പക്ഷേ ഗാനത്തിനോട് ഏറ്റുമുട്ടാൻ മിഥുൻ ആയിട്ടില്ല. അത് അറബി ഗാനമാണ്. ഞാൻ മാപ്പിളപ്പാട്ടാണ് പാടിയത്. പുതിയൊരു അതിഥി കൂടിയുണ്ട് നമുക്ക്.